ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വീട് ഭയങ്കര റിച്ച് ഹോമാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ രീതികളെയും മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് സംഭവം. അപ്പർ ലിവിങ്ങിലേക്കുള്ള ആക്സസിന് മുന്നേ എന്നോട് മാഹിർ പറഞ്ഞല്ലോ ഇതിന് വേറൊരു സംഭവം കൂടിയുണ്ട്, ചെറിയ സംഭവമുണ്ട്. ഈ വഴി ഏതാണ് എന്നുള്ളത് ആണ് എല്ലാവർക്കും ഇപ്പോൾ സംശയം വരിക. മുന്നോട്ട് പോകാനുള്ളൊരു പാത്വേ നമ്മൾ ഓൾറെഡി സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ. വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. ഞാൻ മലപ്പുറം കൊണ്ടോട്ടിയിലാണുള്ളത്. ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്വപ്ന കൊട്ടാരമാണ് ഈ വീട്. 8000 സ്ക്വയർ ഫീറ്റിൽ തീർത്ത സ്വപ്ന കൊട്ടാരം, അതായത് 8000 സ്ക്വയർ ഫീറ്റിൽ 5 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാനായിട്ട് ഇതിൻ്റെ ആർക്കിടെക്റ്റ് ഇപ്പം നമ്മളുടെ കൂടെയുണ്ട്. ഈ ആർക്കിടെക്റ്റ് ഓൾറെഡി ഇപ്പം നമ്മളുടെ 3ാമത്തെ പ്രൊജക്റ്റാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് മാഹിർ ആലം എന്നാണ്. അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിൻ്റെ മലപ്പുറം സെഗ്മെൻറ്റ് ചെയർമാനാണ്. ഒപ്പം അദ്ദേഹം റൺ ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണർഷിപ്പ് കൂടിയുണ്ട്. അറ്റിക്സ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലും കോഴിക്കോടും, അതായത് ഇന്ത്യ ഒട്ടാകെ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്ത ഒരു വലിയ ആർക്കിടെക്ചർ ഗ്രൂപ്പിൻ്റെ തലവൻ കൂടിയാണ്. വെൽക്കം ടു വീട് ബൈ വിഷ്ണു വിജയൻ. എന്തുണ്ടായാലും അടിപൊളി, സുഖമായിട്ട് പോകും. ഈ വീട് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. താങ്ക് യു. 8000 സ്ക്വയർ ഫീറ്റിൽ 5 കോടി രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കാണ് ഒരു വിറയൽ വരികയാണ്. നമ്മൾ ഇത്തരം വലിയ വീടുകളൊക്കെ പല കേരളത്തിൽ ഒരുപാടുണ്ടല്ലോ. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ഇത്രയും വലിയ ബഡ്ജറ്റ് ഹോമാണ്. അതായത് ഇത്രയും ബഡ്ജറ്റ് ഹോം എന്ന് പറയാൻ പറ്റില്ല, ബഡ്ജറ്റുള്ള വീട്. അതാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പ്രത്യേകതകൾ, ഈ വീട് ജസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതിനൊരു വല്ലാത്തൊരു 2 തട്ടായിട്ടാണ് ഈ വീടിൻ്റെ പ്ലോട്ട് തന്നെ നിൽക്കുന്നത്. എന്തായിരുന്നു ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള സ്റ്റാറ്റസ് ഈ പ്ലോട്ടിൻ്റെ? നിലവിൽ അവരുടെ വീടുണ്ടായിരുന്നത് ഈ ലൊക്കാലിറ്റിയിലായിരുന്നു, നമ്മൾ നിൽക്കുന്ന ലൊക്കാലിറ്റിയിലായിരുന്നു. അത് താഴത്തെ ലെവലായിരുന്നു, റോഡ് ലെവലായിരുന്നു. പക്ഷെ അവരുടെ ബാക്കിയുള്ള പ്ലോട്ട് വരുന്നത് ആ ഒരു ലൊക്കാലിറ്റിയിലാണ്. കുറച്ച് എക്സ്പാൻഡഡ് സ്പേസ് ഉള്ളതും അവിടെയാണ്. അപ്പോൾ അതാണെങ്കിൽ കുറച്ച് ഉയരം കൂടിയ പ്ലോട്ടാണ്. പിന്നെ ചുറ്റുപാടുള്ള ബാക്കിയുള്ള വീടുകളൊക്കെ താഴ്ന്നിട്ടുമാണ്. സോ ഈ ഉയരം കൂടിയ ഭാഗം ഏകദേശം ഒരു 8 അടിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി റോഡിൽ നിന്ന് വിസിബിൾ ആവുക, പ്ലസ് ഇത് സൗത്ത് വെസ്റ്റ് ഭാഗമാണ്. ഈ ഭാഗത്താണ് മാക്സിമം കാറ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ അതിനെ മാക്സിമം ഇതിലേക്ക് ക്യാപ്ചർ ചെയ്തെടുക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് എത്തിയത്. അപ്പം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഇവിടുത്തെ ആദ്യമേ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ആണ് പറയുന്നത്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോബിൾ സ്റ്റോൺ ആണ്. പിന്നെ ഈ കോബിൾ സ്റ്റോണിന്റെ 2 സൈഡിലായിട്ട് നമ്മുടെ ബഫല്ലോ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ കലാത്തിയ ലൂട്ടിയ ഒക്കെ വെച്ചിട്ട് ചെടികൾ പല ടൈപ്പ് ട്രോപ്പിക്കൽ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് കബീർ ഖാൻ. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ കം ബിസിനസ്മാൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി ഇവിടെ കാർ പാർക്കിംഗ് നമ്മൾ താഴെ ഗ്രൗണ്ട് ലെവലിൽ ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും ബ്രില്യൻസി, ആർക്കിടെക്ചറിന്റെ ഏറ്റവും ബ്രില്യൻസി എന്ന് പറയുന്നത് ഓൾറെഡി മോള് 2 കാറ് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഉണ്ട്. അതിനെ ഈ പറയുന്ന ഹൈറ്റ് ഡിഫറൻസിനെ നിങ്ങൾ ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ആക്കി എന്നുള്ളതാണ്. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിന് മുകളില് ഒരു ഈവനിങ് സീറ്റിംഗ് സ്പേസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ താഴെ നമുക്ക് 2 കാർ ഇടാം. പിന്നെ ഇവിടെ ഇത്രയും പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇതിന്റെ ഫ്രണ്ടേജിനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ, അതായത് മുകളിലേക്ക് കയറുമ്പോൾ നാച്ചുറൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്, ഒപ്പം സ്റ്റോണും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ഈ സ്വപ്ന കൊട്ടാരം നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ പ്ലോട്ടിന്റെ വലിയൊരു ഭാഗം കിടക്കുന്ന ആ ഭാഗത്താണ്, പക്ഷേ റോഡ് കിടക്കുന്ന ഈ ഭാഗത്താണ്. റോഡിന് വിസിബിലിറ്റി കിട്ടുക എന്നുള്ളതും കൂടി ഒരു ഉദ്ദേശമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ വീടിന്റെ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ വൈഡായിട്ടുള്ള ഏരിയ പിന്നെയുണ്ട്. ഒരുപാട് വണ്ടികൾക്ക് ഇടാൻ പറ്റിയ പാർക്കിംഗ് സ്പേസ് പിന്നെയും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എൻട്രൻസ്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വീട് കണ്ടപ്പോൾ ഇതിന്റെ എൻട്രൻസ് എനിക്ക് കൺഫ്യൂസിംഗ് ആണ്. ഇതിന്റെ എൻട്രൻസ് എങ്ങനെയാണ് മാഹിറെ ചെയ്തത്? യൂഷ്വലി നേരത്തെ പറഞ്ഞ പോലെ പലതരം ഗസ്റ്റുകൾ വരാറുണ്ട്. ഇപ്പോൾ പുള്ളി ഒരു പൊളിറ്റീഷ്യനാണ്, പ്ലസ് ബിസിനസ്മാനാണ്. അപ്പോൾ പുള്ളിയെ കാണാൻ ഒരുപാട് പേര് വരാറുണ്ട്. യൂഷ്വലി ഫാമിലി അല്ലെങ്കിൽ അകത്ത് കയറാൻ പറ്റുന്ന ഗസ്റ്റൊക്കെ ആ ഭാഗത്ത് വരും. നോർമലി നാട്ടിലുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവിടുന്ന് കയറിയിട്ട് ഇവിടുന്ന് സംസാരിച്ച് പോകാറാണ്. അപ്പോൾ അതാണ് ഒരുപക്ഷെ കൺഫ്യൂസിംഗ് എന്ന് തോന്നാൻ കാരണം. അതായത് 2 രീതിയിൽ 2 എൻട്രൻസ് ഉണ്ട്. അതെ, ഒന്ന് വീടിനകത്തേക്കുള്ള എൻട്രൻസും ഒന്ന്
വീടിന് പുറത്ത് ഇതുപോലെ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആൾക്കാർ അദ്ദേഹം അവിടെ ഇരിക്കും, ആൾക്കാരെല്ലാം ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. അതൊരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് ഇവിടുന്ന് തന്നെ വെളിയിൽ നിന്നുള്ള ആക്സസിന് മുകളിലേക്ക് ഗസ്റ്റ് റൂം കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോം, നല്ലൊരു ഏരിയ ആണ്. അതുപോലെ അതിനോട് കണക്റ്റഡ് ആയിട്ട് ബാത്റൂം ഉണ്ട്. പിന്നെ അതൊന്ന് റോഡിലേക്കുള്ള ആ വിസിബിലിറ്റി മുകളിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഗസ്റ്റ് റൂമും അതുപോലെ തന്നെ ആൾക്കാർ വരുന്നതും അദ്ദേഹത്തെ കാണാനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ ഇനി നമ്മൾ ഇതിന്റെ വീടിന്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ, വീടിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ വീണ്ടും അവരുടെ ഫാമിലി, അവരുടെ സ്വന്തം വണ്ടികൾ ഇടാനുള്ള പാർക്കിംഗ് സ്പേസ്. പിന്നെ ഇതിനിടയ്ക്ക് ഇങ്ങനൊരു എക്സ്റ്റൻഷൻ ഇവിടെ സ്ട്രക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള രഹസ്യം എന്താ? ഇതിന് പിന്നെ എന്താ ഇങ്ങനൊരു കാര്യം ചെയ്യാനുള്ള കാരണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ ഭാഗത്തു നിന്നാണ് കാറ്റ് വരിക. നമ്മൾ എത്ര സിറ്റ് ഔട്ട് പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞാലും നോർമലി നമുക്ക് ആ കാറ്റടിച്ചിട്ട് മഴവെള്ളം അകത്തേക്ക് വരും. പിന്നെ നമ്മൾ ഈ സ്ലാബ് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അകത്തേക്കുള്ള വിസിബിലിറ്റി പോകും, അകത്തേക്കുള്ള നാച്ചുറൽ ലൈറ്റും പോകും. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ട് കൊടുക്കാനുള്ള കാരണം. എന്നാൽ ഒരു പരിധി വരെ മഴ തടയാനും പറ്റും, അകത്തേക്ക് ലൈറ്റ് ഉണ്ടാവും. ചെടികളൊക്കെ കുത്തി നിറച്ച് വെച്ചപ്പോൾ അതിന്റെ ഭംഗി വേറെ ലെവലുമാണ്. പിന്നെ അതുപോലെ തന്നെ സിറ്റ് ഔട്ടിനോട് കണക്റ്റഡ് ആയിട്ടുള്ള പിന്നെ ഒരു ഏരിയ, അതായത് ആ ഏരിയയിൽ നിറച്ച് സീറ്റിംഗ് സ്പേസും വല്ലാതെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വീടിനകത്തേക്ക് കടക്കുകയാണ്. അകത്തേക്ക് കിടക്കുമ്പോൾ സാധാരണ നിലപാടിൽ എൻ്റെ സ്റ്റെപ്സ് ഒരു ഏരിയ വല്ലാത്ത നീളത്തിലും വീതിയിലും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? സ്വാഭാവികമായിട്ട് ഒരുപാട് ചെരുപ്പുകൾ ഉണ്ടാവാം, കാരണം ഒരുപാട് പേര് താമസിക്കുന്ന വീടാണ്, പ്ലസ് ഗസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ആസ് ആൻ ആർക്കിടെക്ട് ഒരു കമന്റ് പറയാൻ എന്താ ഉള്ളത്? കാര്യം വീടിന്റെ ഫ്രണ്ടിലുള്ള സ്റ്റെപ്സിന്റെ നീളവും വീതിയും കൂട്ടുന്നതിനെ പറ്റി താങ്കളുടെ ഒരു അഭിപ്രായം എന്താ? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നോർമലി നമ്മളൊരു വീട് സ്റ്റെപ്പ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ 10 ഇഞ്ചോ അല്ലെങ്കിൽ 12 ഇഞ്ചൊക്കെയാണ്. ഇത്തരം വിശാലമായ സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുന്നൊരു ഫീൽ ഉണ്ടാവില്ല. മാത്രമല്ല അതിനൊരു ലക്ഷറിയസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറണമല്ലോ എന്നുണ്ട് ഒരു എന്താ മാനസിക പ്രയാസം ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ ഇത്തരം വലിയ സ്റ്റെപ്പുകൾ സഹായിക്കും. അത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ലൊരു പോയിന്റാണ്. പിന്നെ ഇത് മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ താഴെയൊക്കെ വിരിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ്. കയറുമ്പോഴും കണ്ടില്ലേ, 2 ഭാഗത്തും കോട്ടയാട്. അതായത് കോട്ടയാട് എന്ന് പറയാൻ പറ്റത്തില്ല, മൊത്തത്തിൽ ചെടികളാണ്. ഈ ചെടികൾക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അപ്പോൾ അത് നമ്മളിവിടെ ഇറ്റാലിയൻ മാർബിളാണ്. ചെടികളാണ് ശരിക്കും വീടിന് ലൈഫ് കൊടുക്കുന്ന സാധനം. അതെ, വീട്ടിലുള്ളവർക്ക് ജീവിതം ശ്വസിക്കുന്നത് ഓക്സിജനാണല്ലോ, അത് വരുന്ന ചെടികളാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചെടികളുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഇതിനകത്തും ചെടികൾ കൊണ്ട് നിങ്ങൾ നിറച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് കാണാം. അപ്പം ഇവിടെ വന്നു, ഈ പോർഷനിലെത്തി. നമ്മളുടെ അവിടെ ഗസ്റ്റ് വന്നിരിക്കുന്നു, മുകളിൽ ഗസ്റ്റിന് താമസിക്കാനുള്ള റൂം, പിന്നെ അവരുടെ ഫാമിലിയിലേക്ക് വന്നതിൻ്റെ മെയിൻ ഡോറിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഈ മെയിൻ ഡോറിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഒരു പാസേജ് കൊടുത്തിരിക്കുന്നു, ഇവിടുന്ന് താഴേക്കൊരു സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നു. എന്താണ് ഇവിടുത്തെ ഒരു കണക്ടിവിറ്റി? ഞാൻ അതിന് മുന്നായിട്ട് ഞാൻ നേരത്തെ കാറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ കാറ്റ് മാത്രമല്ല, ഇവിടുന്ന് പുറകിൽ വേറെ പറമ്പാണ്. അപ്പോൾ അങ്ങോട്ടൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാള് വെച്ചിട്ടുള്ളത്. എന്നാൽ ആ കാറ്റിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യരുത്, അതിനാണ് മുകളിലൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. സോ അവിടുന്ന് വരുന്ന വലിയൊരു കാറ്റ് ചെറിയ ഓപ്പണിങ്ങിലൂടെ പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുകയും ചെയ്യും. മാത്രമല്ല, ഈ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രൈവറ്റ് എൻട്രി കൂടിയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഫാമിലിക്കൊക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു എൻട്രി കൂടിയാണ്. മാത്രമല്ല, ഇത് നേരെ ലീഡ് ചെയ്യുന്നത് ഒരു വലിയൊരു യാർഡിലേക്കാണ്, ഒരു ലോൺ സ്പേസിലേക്കാണ്. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ താഴോട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോർ ഡൗൺ താഴെ. അതെ, അത് ഡ്രൈവേഴ്സ് അക്കോമഡേഷൻ, അതുപോലെ തന്നെ സർവീസ്, ഇലക്ട്രിക് റൂം, ജനറേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഹൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്ലോട്ട് പൊങ്ങിയിട്ടായിരുന്നു, അവിടെ താന്നിട്ടായിരുന്നു. അപ്പോൾ ആ ഹൈറ്റ് ഡിഫറൻസിനെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് കൂടിയാണ് അത് മാനേജ് ചെയ്തത്. അപ്പോൾ അതായത് താഴത്തെ ഒരു സ്റ്റെപ്പ് ഡൗൺ, മുകളിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ആ താഴത്തെ സ്റ്റെപ്പ് ഡൗൺ ആയിരുന്ന ആ ഒരു ഗ്യാപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ പില്ലേഴ്സിൽ കൊടുത്തിട്ട് വീട് പൊക്കിയെടുത്ത് ഫസ്റ്റ് ഫ്ലോർ ആക്കിക്കൊണ്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തു അല്ലേ. പിന്നെ ഇന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു പാത്വേ നമ്മൾ ഓൾറെഡി സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇനി വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വലിയ ഭീമാകാരമായ ഡോർ. നിങ്ങളെ ആറ്റിക്സുകാർ എല്ലാവർക്കും ഇതുപോലെ വലിയ ഡോർ ഉണ്ടാകും. നേരത്തെ ചെയ്ത വീട്ടിലും തന്നെ ഇത് എന്ത് മെറ്റീരിയലാണ്? ഇത് ടീക്ക് വുഡാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഡോർ ഇത്രയും വലിയ ഡോർ ആകുമ്പോൾ, അതായത് യൂസേജ് സാധാരണ 2 പാളി 4 പാളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോർസ് വരുന്നത്. ഇവിടെ ഈ ഒറ്റ പാളി എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാനൊരു പ്രശ്നം ഉണ്ടാവില്ലേ? ഹാൻഡിൽ ചെയ്യുന്നവർക്ക്, വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ അവർ ഹെവിനെസ് ഫീൽ ചെയ്യില്ലേ? ഇത് പിവറ്റഡ് ഹിഞ്ചസ് ആണ്. അപ്പോൾ അത്തരം ഒരു പ്രയാസമുള്ള ഒരു ഓപ്പണിംഗ് അല്ല. നോർമലി നമ്മൾ ഒരു 2 ഫിംഗർ വെച്ചിട്ടുണ്ടോ, ഈ വലിച്ചാൽ തന്നെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അതിനകത്തൊരു പ്രശ്നം വരില്ല. പിന്നെ ഇവിടെ നോർമൽ ഹിഞ്ചസ് ആണ് ഒരു പക്ഷേ തൂങ്ങാനുള്ള സാധ്യത ഉണ്ട്. പിവറ്റഡ് ഹിഞ്ചസ് ആണെങ്കിൽ
കയറി വരുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. രാഹുൽജിയുടെ ഫോട്ടോ. രാഹുൽജി ഇങ്ങോട്ട് വന്നിരുന്നു. രാഹുൽജി ഇവിടെ ഡിന്നർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീടിന്റെ അകത്തളത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെയാണ് വിശാലമായ ഒരു പാത്വേ. പാത്വയുടെ ഒരു സൈഡിൽ കോർട്ട്യാർഡും ഒരു സൈഡിൽ ഫോർമൽ ലിവിംഗുമാണ്. അതെ അതെ. അതില് ഇത് പിവറ്റഡ് വിൻഡോസ് ആണ്. നമുക്ക് പ്രൈവസി ആവശ്യമുള്ള സമയത്ത് ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അങ്ങനെ വെച്ചാൽ പോലും ലൂവേഴ്സ് ആയത് കാരണം ഈ എയർ ഫ്ലോ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അത് സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ കാറ്റിന്റെ ഫ്ലോ ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ ഈ ആർക്കിടെക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഫ്ലോ, അതായത് എയർ ഫ്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയില്ലേ വീടിനകത്തിരുന്ന് കഴിഞ്ഞാൽ ദ്രവിച്ചു. ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇത് വെക്കുമ്പോഴേ ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റാണ് അകത്തേക്ക് പോകാം. നമ്മുടെ ഡൈനിങ് സ്പേസിലൂടെയും ഫാമിലി സ്പേസിലൂടെയൊക്കെ ഈ കാറ്റിന്റെ കണ്ടിന്യൂഷൻ കിട്ടും ചെയ്യും. ഇത് അടച്ചു വെക്കുമ്പോൾ പൂർണ്ണമായിട്ടും വിൻഡ് സർക്കുലേഷൻ ഉണ്ടാവും, പക്ഷേ നമുക്ക് പ്രൈവസി ഉണ്ടാവും. പിന്നെ ഈ ലൂവേഴ്സിന്റെ സൈസ് ചെറുതായതുകൊണ്ട് അതിനകത്തോടുള്ള വിൻഡിന്റെ സ്പീഡ് കൂടുകയും ചെയ്യും. പിന്നെ നമ്മളിപ്പോ ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്ത് കയറി, അതായത് നമ്മുടെ ഫോർമൽ ലിവിംഗ് സ്പേസിലേക്ക് കയറി. ഫോർമൽ ലിവിംഗ് ഒരു സ്ലൈഡിംഗ് ഡോർ വെച്ചിട്ടാണ് കയറുന്നത്. സ്ലൈഡിംഗ് ഡോറും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ട് അത് നോർമലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഫോർമൽ ലിവിംഗ് സ്പേസ്. ഇവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം, രാഹുൽജി വന്ന സമയത്തുള്ള ഫോട്ടോസ് എല്ലാം, കബീർ ഖാന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെയാണ്. വളരെ അവരുടെ ഫാമിലി ഫോട്ടോ, അതെ, രാഹുൽജിയുടെ കൂടെ ഉള്ള അതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ഇന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു സുഖമില്ലാതിരിക്കുകയാണെന്ന് നമ്മളൊന്ന് കേട്ടു. അപ്പം ഇവിടെയാണ് TV സ്പേസും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ആണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ ഇവിടുത്തെ താഴത്തെ വുഡ് ഫ്ലോർ ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ വുഡ് ഫ്ലോർ ഇതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ്? ഇത് ആക്ച്വലി അവരെ പഴയ വീട്ടിലുണ്ടായിരുന്ന വീട്ടിയും അതുപോലെ തന്നെ തേക്ക് വുഡും വെച്ച് മിക്സ് ആയി ചെയ്തതാണ്. വേസ്റ്റ് പീസസ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് 2 കളേഴ്സ് കണ്ടല്ലോ, ഈട്ടിയും തേക്കുള്ള ഒരു കളർ ഡിഫറൻസ് ആണ്. അപ്പോൾ ആ വേസ്റ്റ് ഫുഡ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അത് വളരെ വൃത്തിയായിട്ട് തന്നെ അതിനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര പോസിറ്റീവ് രീതിയിൽ തന്നെ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ വീടിന് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് ഓരോന്നോരോന്നോരോന്ന് കണ്ടുപോകാനേ പറ്റുന്നു. അപ്പോൾ നമ്മളിനി വന്നു, ഇവിടെ എത്തി. ഇവിടെ നമ്മളുടെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശാലമായ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ വിശാലമായ ഡൈനിങ് സ്പേസ്. ഇത് ആക്ച്വലി അത്ര വിശാലമൊന്നുമല്ല, സൈസ് വൈസ് അത്ര വിശാലമൊന്നുമല്ല. ഇത് വിശാലമായി തോന്നാനുള്ള കാരണം നമ്മളൊരു നാരോ സ്പേസ് വന്നിട്ടാണ് വലിയൊരു വോളിയം സ്പേസിലേക്ക് കയറിയത്. അതുകൊണ്ടാണ് നോർമലി ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ വിശാലമായിട്ട് തോന്നുന്നത്. അല്ല, ഞാൻ ഈ വീടിനകത്തോട്ട് കയറുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, പക്ഷേ ആർക്കിടെക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വിശാലത ഇല്ല. എന്താണ് അങ്ങനെ ഒരു വിശാലത തോന്നിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ? അല്ല, ഇത്ര ചെറിയ ഗെയിമുകളാണ്. അതായത് വലിയ സ്പേസിലേക്ക് കയറുന്നതിന് മുന്നേ ചെറിയ സ്പേസിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ കയറുന്ന സ്പേസ് എത്ര സ്പേസ് കൊടുത്തിട്ടുണ്ടോ അതിനേക്കാളും വലിയ സ്പേസ് ആയിട്ട് തോന്നും. പ്ലസ് ഈ കോർട്ട്യാർഡിന്റെ ഒരു എക്സ്റ്റൻഷനും കൂടെ അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ നാരോ സ്പേസിലൂടെ ഒരു ബിഗർ ഏരിയയിലേക്ക് കടന്നാൽ കാണുന്ന ബിഗർ ഏരിയക്ക് കണ്ണുകൾക്ക് ഭയങ്കര ബിഗ് ആയിട്ട് തോന്നും. അതൊരു ആർക്കിടെക്ചറൽ സൈക്കോളജിക്കൽ സാധനമാണ്. അപ്പോൾ നമ്മളിനി ഇവിടുത്തെ ഈ കോർട്ട്യാർഡ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. കോർട്ട്യാർഡിന് താഴെ വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെക്ക് വുഡാണ്. പിന്നെ ഇവിടെ നാച്ചുറൽ പെബിൾസ് ഒക്കെ ഇട്ട് നാച്ചുറൽ ചെടികളൊക്കെ വെച്ചിട്ട് വളരെ ഭംഗി. ഇത് റെയിൻ കോട്ടാണ്, മഴ പെയ്യും. ഇവിടെ ആ ഒരു ഫാമിലി എപ്പോഴും ഇത് കൊടുത്തേക്കുന്നതിന് പിന്നിലുള്ള സംഭവം എന്താ? ഇത് ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഒരു ആരെങ്കിലും ഇൻട്രൂഡ് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതായത് പൂർണ്ണമായിട്ട് കെട്ടി അടയ്ക്കാതെ ഈ സിക്സ് ആയിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ഒരു ഭംഗി വേറെ. ഇതിന് എല്ലാ ഭാഗത്തും ഗ്ലാസ് ഉണ്ട്. ഐ മീൻ സെൻട്രൽ സ്പേസിലാണ് മഴ വന്ന് വീഴുക. അപ്പോൾ ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ലൈറ്റ് നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളം താഴേക്ക് വീണ വെള്ളം ട്രെയിൻ ചെയ്യാനുള്ള വേറെ ഡ്രെയിനേജ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ അതും വളരെ സുരക്ഷിതമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മളുടെ ഒരു ഏരിയ മൊത്തത്തിൽ ഒരു മൊറോക്കൻ ടൈൽ സീരീസ് കൊടുത്തിരിക്കുകയാണ്. ഈ മൊറോക്കൻ ടൈൽസിന്റെ സത്യത്തിൽ ഇപ്പോൾ എല്ലാ ആർക്കിടെക്ചർ ഇപ്പം നമ്മുടെ കടയിൽ തന്നെ ആണെങ്കിലും മൊറോക്കൻ സീരീസിന് അത്യാവശ്യം നല്ല സെയിലുണ്ട് ഹോം എക്സ്പീരിയൻസ് സ്റ്റോറിൽ. അപ്പോൾ അവിടെ ആൾക്കാർ പല ടൈപ്പാണ് ചോദിക്കുന്നത്, പല കളറിലുള്ള അത്തംകുടി ആ ഒരു ഫീൽ കിട്ടുന്ന സംഭവം. അപ്പൊ നമ്മൾ ഈ ഡൈനിങ് സ്പേസിൽ ഡബിൾ ഹൈറ്റ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ലൈറ്റ്സിന്റെ ആ ഒരു പാസേജിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു വോളിയം ഫീൽ ചെയ്യാനും ആ ഒരു വിശാലത ഫീൽ ചെയ്യാനും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ മോളത്തെ സ്പേസിൽ ഇത് കണക്ടിവിറ്റി ഉണ്ട്, ആ ഒരു ഇന്ററാക്ഷൻ നടക്കുകയും ചെയ്യും. മോളിൽ നിന്നുള്ള, അതായത് അപ്പർ ലിവിംഗിൽ നിന്നുള്ള ആ ഒരു വിഷ്വൽ കണക്ടിവിറ്റി. അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്പേസിലേക്ക് കിടക്കുകയാണ്. അടുത്ത സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത്
ടോട്ടലി അപ്പർ ലിവിംഗ് Connected സ്പേസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പർ ലിവിംഗോട് കണക്റ്റഡ് ആണ്. ഇത് ആക്ച്വലി കോട്ടയാട് സാധാരണഗതി കോട്ടയാട് മുകളിൽ ഓപ്പൺ ചെയ്യാറുണ്ടല്ലോ. ഇത് ആക്ച്വലി കോട്ടയാട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഭാവിയിൽ എപ്പോഴും ലിഫ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതിന് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനും കണ്ടാണ്. അതിനുവേണ്ടി ചെയ്തു. അതെ, അതുകൊണ്ടാണ് മുകളിൽ ഓപ്പണിംഗ് ഇല്ലാത്തത്. അപ്പോൾ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്തൊരു സാധനമാണ്. ഇത് നമ്മളുടെ പ്ലാന്റ് ഫിക്സ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നതല്ല. അല്ലല്ല. അപ്പോൾ നമ്മളിനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഇവരുടെ ഫാമിലി ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമായിട്ട് കണക്റ്റഡ് ആവാതെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂഷൻ നടത്തിയിരിക്കുകയാണ്. ഒപ്പം ഇവിടെ ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ വഴി ഏതാണ് എന്നുള്ളത് ആണ് എല്ലാവർക്കും ഇപ്പോൾ സംശയം വരിക. നമ്മൾ ഈ വഴി അതായത് ഈ പാറ്റിയോ എന്ന് പറഞ്ഞ ഈ സ്പേസ്, പാറ്റിയോ സ്പേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്പേസ് ആണ്. അതെ, നേരത്തെ അവിടുന്ന് കണ്ട സ്പേസ്. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു അപ്പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചത്. ഇത് അവിടെ ഫാമിലി വന്നു കഴിഞ്ഞാൽ ഫാമിലി എൻട്രി ഇതിലാണ്. അതായത് ഫാമിലിക്കും അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യാം. അതെ, ഫാമിലിക്കും ഫാമിലി എൻട്രി ആയിട്ട് ഉപയോഗിക്കാം. എൻട്രി ആയിട്ട് ഉപയോഗിക്കാം. ഇൻ കേസ് എന്തെങ്കിലും പാർട്ടി വല്ലതും നടക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ സ്പേസ് ഗസ്റ്റിന് ഇത് നേരെ ഉപയോഗിച്ച് ലോണിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഇവർക്ക് പ്രൈവസി ഉണ്ട്, വീട്ടുകാരും ഡിസ്റ്റർബ് ചെയ്യില്ല. അത് ബാക്ക് യാർഡ് നന്നായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ സ്ട്രക്ചറിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചറിൽ സിൽ ചാനലുകളാണ് ചെയ്തിരിക്കുന്നത്. സിൽ ചാനലുകളിൽ ജാളി കൊടുത്തിട്ട് മുകളിൽ ടഫൻ ഗ്ലാസ് ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നു. ലൈറ്റിന്റെ ഒരു പ്ലേ ഇവിടെ ഉണ്ടാവും. അപ്പം അതിനുശേഷം ഇവിടെ ചെടികളെല്ലാം നല്ല കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം അവരുടെ ഫാമിലി ഗാർഡൻ സ്പേസ് ഫാമിലി ഗാർഡൻ സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തു. അതായത് അവരുടെ ഫാമിലിക്ക് വേണ്ടി മാത്രമായിട്ട്. അതായത് ഫ്രണ്ട്ലി പറഞ്ഞാൽ ഗസ്റ്റ് ഉണ്ടാവുന്ന എപ്പോഴും ഗസ്റ്റ് ഉണ്ടാവില്ല, പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട്. ഫാമിലിക്ക് അങ്ങനത്തെ ഒരു ഗാർഡൻ സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ്, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേസോ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് നടത്താം. പിന്നെ ഗസ്റ്റിന് വേണമെങ്കിൽ വഴി വരാം. വളരെ ക്ലോസ് റിലേഷൻസ് എല്ലാം ഇതിലേക്കൂടെ വന്ന് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു പർപ്പസ് ഇവിടെ മീറ്റ് ചെയ്യാം. പിന്നെ മാഹിറ, ഇനി നമ്മൾ ഇതിന്റെ കിച്ചൺ സ്പേസിലേക്കാണ് പോകുന്നത്. ഈ കിച്ചൺ സ്പേസിലേക്ക് പോകുമ്പോൾ ഇത്രയും നല്ലൊരു രീതിയിൽ നിർമ്മിച്ചു വന്നിട്ട് കിച്ചൺ സ്പേസ് എന്ന് പറയുമ്പോൾ അതും അതേപോലെ തന്നെ മനോഹരമായിരിക്കും. എന്തായിരുന്നു ഈ മനോഹരമായ കിച്ചണിൽ നിങ്ങൾ ചെയ്ത ഇൻവോൾവ്മെന്റ്സ്? കിച്ചൺ ഓപ്പൺ കിച്ചൺ, ഇത് ഡ്രൈ കിച്ചൺ ആണല്ലോ. 2 കിച്ചൺ ഉണ്ട്, ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡ്രൈ കിച്ചൺ ഉണ്ട്. ഓക്കെ, ഈ ഡ്രൈ കിച്ചൺ കാര്യമായിട്ട് ഡൈനിങ് പർപ്പസിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. വർക്കിംഗ് കിച്ചൺ ആണ് വെരി നെക്സ്റ്റ് ഉള്ളത്. ഇതൊരു ഓപ്പൺ പ്ലാനിങ് ആണ്, എല്ലാ ഭാഗത്തേക്കും ഓപ്പൺ ആണ്. ഡൈനിങ്ങിൻ്റെ ഭാഗത്തേക്കാണെങ്കിലും ലിവിങ്ങിൻ്റെ ഭാഗത്തേക്കാണെങ്കിലും. ഈവൻ ഇവിടെ ഒരു ബേ വിൻഡോ ഉണ്ട്, ഒരു സീറ്റിംഗ് വിൻഡോ ഉണ്ട്, ഒരു പഴയ കിളിവാതിൽ സ്റ്റൈലിൽ. അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ. അത് നേരെ കോട്ടയാടിലേക്കാണ്. അവിടെ ഒരു കോട്ടയാട് സെറ്റ് ചെയ്തു. അതെ. അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് കുറച്ചും കൂടി വിശാലത ഫീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഓപ്പൺനെസ് ഉള്ളത് കാരണമാണ്. പിന്നെ ഈ കളേഴ്സ് ചൂസ് ചെയ്തതിലും അങ്ങനെ തന്നെ. ഇതിപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ഇത്ര വിശാലത ഫീൽ ചെയ്യില്ല. അപ്പോൾ കളേഴ്സ് ചൂസ് ചെയ്തതിലും അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. ശരിക്കും യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറഞ്ഞാൽ ചെറുതും, പക്ഷെ ഓപ്പൺനെസ് കൊടുത്തപ്പോഴത്തേക്ക് കിച്ചണിന്റെ വൈഡ്നെസ് കൂടി അല്ലേ? അതാണ് ടെക്നിക്. അതെ. ഇവിടെ ഡൈനിങ് ഒരു വാഷ് ഏരിയ ഉണ്ട്. ആ വാഷ് ഏരിയ ആക്ച്വലി അവിടുന്ന് കണക്ട് ആണ്, ഇവിടുന്ന് കണക്ട് ആണ്. 2 ഭാഗത്തുനിന്നും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് വളരെ വളരെ വലിയൊരു ഹെൽപ്ഫുൾ തോട്ട് തന്നെയാണ്. കാര്യം കിച്ചൺ സാധാരണ വലിയൊരു കിച്ചൺ അല്ല, നമുക്ക് യൂട്ടിലിറ്റിക്ക് വളരെ സിമ്പിൾ ആണ്, നമ്മുടെ കയ്യെത്തും ദൂരത്താണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇതിന് വോള് കട്ട് ചെയ്ത് ഓപ്പൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ലെവല് വേറെ. ഇവിടെ ഒരു കിളിവാതിൽ കൊടുത്ത് അപ്പുറത്തൊരു ഗാർഡൻ സെറ്റ് ചെയ്തപ്പോൾ അതിനും വേറൊരു ഫീൽ അല്ലേ? അപ്പൊ ഇത് എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? HDHMR ബോർഡ്. HDHMR ബോർഡ്. അപ്പോൾ അത് അത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് അതിവിടെ. പിന്നെ മുകളിൽ കോട്ട്സ് ഫുൾ അതിന്റെ സ്പേസും അതിന്റെ യൂട്ടിലിറ്റി സ്പേസും എല്ലാം വളരെ മനോഹരമായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു വലിയ സംശയം. അതായത് നമ്മൾ ഈ കോർണർ കണ്ടു, ഈ പറഞ്ഞ കോർട്ട്യാർഡ് പോർഷൻ, ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടോട്ടലി ഓപ്പൺ ചെയ്ത് ഗ്ലാസ് കൂടെ ആ ഗ്ലാസ് ഫ്രെയിം മൊത്തത്തിൽ കൊടുത്താൽ വെളിച്ചം മൊത്തത്തിൽ കൊണ്ടുവരാമായിരുന്നു. എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ കാര്യം? ആക്ച്വലി കോർട്ട്യാർഡ് വിടുത്ത് ഇത്ര ഉണ്ട്, ഈ ഒരു ഓപ്പണിംഗ് വിടുത്ത് ഇത്ര ഉണ്ട്. പക്ഷേ മുകളിലുള്ള വിടുത്ത് വളരെ മിനിമലാണ്. അതാണ് ഇത് എന്താ കാരണം വെച്ചാൽ ഇത് ഫുൾ വിടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ലൈറ്റ് മൊത്തം ഇവിടെ സ്പ്രെഡ് ആയിരുന്നു, ഈ ഏരിയയിലേക്ക് മൊത്തം. ഇതിപ്പോൾ നാരോ ചെയ്തപ്പോൾ ഈ ഭാഗത്തേക്ക് ലൈറ്റ് ഇങ്ങനെ വാഷ് ചെയ്ത് വന്നു. ഈ ഭാഗത്തേക്ക് മാക്സിമം സ്പ്രെഡ് ഈ ഏരിയയിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് അത് ചെറുതാക്കി കൊടുക്കാനുള്ള കാരണം. അങ്ങനെ ചെയ്തപ്പോൾ ആ ലൈറ്റിന്റെ വര ഒന്നുകൂടെ ഫ്രെയിം ചെയ്യാൻ പറ്റി, ഒരു ഭംഗി കൂട്ടി. അതെ. ശരിക്കും ഈ വീട്ടിൽ എത്ര ബെഡ്റൂംസ് ഉണ്ട്? ഈ വീട്ടിൽ താഴെ 3 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂം പ്ലസ് ഒരു ഗസ്റ്റ് ബെഡ്റൂം, ടോട്ടൽ 7 ബെഡ്റൂം. അതെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സൂപ്പർബായിട്ടുള്ള ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന് ഒരു സൈഡ് മൊത്തം, ഒരു വോൾ സൈഡ് മൊത്തം വാർഡ്രോബ്സ് കൊടുത്തു.
ആ വാർഡ്രോബ്സിന് ഇങ്ങനെ ഒരു ഗ്ലാസ് സെഗ്മെന്റ് ചെയ്തിരിക്കും. ഗ്ലാസും വുഡും മിക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാര്യം ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ സ്പേസിൽ കുറച്ച് വിശാലത ഫീൽ ചെയ്യണ്ടല്ലോ. അതെ, അപ്പോൾ അതാണ് ഇത്രയും വലിയ ഗ്ലാസ് കൊടുക്കാനുള്ളത്. അല്ല, ഈ സാധാരണ ഞാനൊരു സജഷൻ ചോദിച്ചു, നമ്മൾ ഈ വാർഡ്രോബ്സ് ഒക്കെ വീട്ടിൽ കൊടുക്കുന്നതിനും ഇതേപോലെ ഗ്ലാസ് ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും മൊത്തത്തിൽ, അല്ലേ? അത് ഡിപ്പെൻഡ്സ് ഓൺ സ്പേസ്, നമ്മൾ ഏത് സ്പേസിലാണ് കൊടുക്കുന്നതനുസരിച്ചാണ്. അപ്പോൾ ഈ സ്പേസിൽ കൊടുക്കുമ്പോൾ ഇതിന് പേർപ്പസ് ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ ഗ്ലാസ് ഫ്രെയിം കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടും, വിശാലത ഫീൽ. ഇനിയിപ്പോൾ ഞാൻ പറയാം, ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സിംഗ് റൂമിൽ നമ്മൾ ആ ഭാഗത്താണ് ഗ്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ലെങ്ത്താണ് കൂടുക, അപ്പോൾ അത് കൺജസ്റ്റ് ആവുക ചെയ്യാം. പിന്നെ നമ്മൾ ബെഡ്റൂമിലേക്ക് കയറി. ഇവിടെ വളരെ എന്താ പറയുക, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വീട് ഭയങ്കര റിച്ച് ഹോമാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ രീതികളെയും മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് സംഭവം. മായർ, അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ഈ റൂമിൻ്റെ ഈ വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഫാമിലി ഗാർഡനിലേക്കുള്ള ആക്സസ് ആണ്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഈ സാധനം ഇവിടെ വന്നിട്ട് ഈ ആ ഒരു വിൻഡോയിലൂടെ നമുക്ക് അതേ സെയിം ആക്സസ് തന്നെയാണ് കിട്ടുന്നത്. ഫുൾ ആ ഫാമിലി ഗാർഡനിലേക്കുള്ള വ്യൂ മൊത്തമായിട്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല റിച്ച് വീടാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു സംഭവം അല്ല ഇതിനകത്തുണ്ട്. ഹെഡ് റെസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ലെതർ ഫിനിഷ് ആണ്. ഫ്ലോറിംഗ് അഗൈൻ നമ്മൾ ഫോർമൽ ലിവിംഗ് ഉപയോഗിച്ച പോലെ തന്നെ പഴയ വീട്ടിലായിരുന്ന ആ വുഡ് യൂസ് ചെയ്തിട്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് ഈ 6 കളർ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്? ഇതിന് ഈ വുഡ് പഴയതാണ്, അതിന്റെ പെയിന്റിങ് കൊടുത്തിട്ട് എങ്ങനെയായിരിക്കും ഇതിന് ഇങ്ങനെ ഒരു നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി എടുത്തു. അതിൽ ഡാർക്ക് വുഡ് എത്ര ഉണ്ട്, ടീക്ക് വുഡ് എത്ര ഉണ്ട് എന്നുള്ള ക്വാണ്ടിറ്റി എടുത്തു. എന്നിട്ട് അതെങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളൊരു പാറ്റേൺ വരച്ചു കൊടുക്കുക ചെയ്യാം. അതനുസരിച്ച് അവർ ലേ ചെയ്തു. അതാണ് അതിന്റെ ഒരു സംഭവം. ഇവിടെ ഒരു റൈറ്റിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു ചെയർ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഫർണിച്ചേഴ്സിന്റെ എല്ലാ ഡിസൈൻ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് ചിലത് പ്രൊക്യൂർ ചെയ്താണ്, ചിലത് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യിപ്പിച്ചാണ്. ഇനി ഇവിടുത്തെ ബാത്റൂമാണ് കണ്ടത്. ബാത്റൂം വളരെ എന്താ പറയണ്ടേ, വളരെ എലഗന്റ് ആയിട്ടുള്ള ബാത്റൂമാണ്. ബാത്റൂമിനകത്ത് ഇവിടെ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് 2 സ്പേസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒറ്റ സ്പോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് ആക്സസ് ഉണ്ടോ? ഇല്ല, മുകളിൽ നാച്ചുറൽ ലൈറ്റ് വരാൻ മുകളിൽ ഗ്ലാസ് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ട് അവിടെ നാച്ചുറൽ ലൈറ്റിന്റെ ഒരു സ്കോപ്പ് കൊടുത്തു. അതുകൊണ്ടാണ് ആ ചെടികൾ അവിടെ വളരുന്നത്. അപ്പൊ അവിടെ നാച്ചുറൽ ചെടി തന്നെയാണ്. അതെ, നാച്ചുറൽ ചെടിയാണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു വൈഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സാനിറ്ററി എല്ലാം ഗ്രോഹെ മെറ്റീരിയൽ, എല്ലാം ഗ്രോഹയാണ്. നമ്മുടെ അവിടെ യൂണിറ്റിൽ തന്നെ അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ ഗ്രോഹയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂം ചെയ്യുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ്, ബാത്ത് ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ്, സാനിറ്ററി വെയർസ് ഇതെല്ലാം ഇവിടെ VGC ബീനെ കിട്ടുമ്പം എന്തിനാ നീ വേറെ വല്ലയിടത്തും പോകണം? ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. പിന്നെ നമ്മൾ ഇനി അടുത്ത ഇതിന്റെ ഏറ്റവും വളരെ സൂപ്പർബായിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റെപ്സ്, അതായത് അപ്പർ ലിവിംഗിലേക്കുള്ള ആക്സസ് ആണ്. അപ്പർ ലിവിംഗിലേക്കുള്ള ആക്സസിന് മുന്നേ എന്നോട് ആ മായർ പറഞ്ഞല്ലോ, ഇതിന് വേറൊരു സംഭവം കൂടിയുണ്ട്. ചെറിയ സംഭവമുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്സ്, ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പ്. ആക്ച്വലി ഈ സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് വീതിയുള്ള സ്റ്റെപ്പ്, ഉയരം കുറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. ദെൻ എത്തുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോം ലെവൽ ആക്ച്വലി അപ്പർ ലിവിനേക്കാളും കുറച്ച് താഴ്ന്നിട്ടാണ്. ദെൻ അവിടുന്ന് അങ്ങോട്ട് ലീഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇവിടുന്ന് കാണുന്നില്ല. അത് ചെറിയൊരു എന്താ പറയുക, ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. നോർമലി ഇത്ര സ്പേസിൽ ഇവിടെ നമുക്ക് ഒരു വാക്യൂം സ്പേസ്, ഒരു പാസേജ് കൊടുത്തിട്ട് കാണാം. നോർമലി ഇത്ര സ്പേസ് സാധാരണഗതിയിൽ ചെയ്യാറ് സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് ദെൻ ഇങ്ങോട്ട് കയറുന്ന രൂപമാണ്, അല്ലേ? ഇവിടെ നമ്മൾ ഈ വാക്യൂം സ്പേസ് ഇവിടെ ഡബിൾ ഹൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. ഒന്ന്, അപ്പർ ലിവിംഗ് ഇരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് സ്റ്റെപ്പ്, ദെൻ ഈ ഒരു പാസേജ്, ദെൻ കോർട്ട്യാർഡ്. അപ്പോൾ കോർട്ട്യാർഡിലേക്കുള്ള വിസിബിലിറ്റി ബ്രേക്ക് ചെയ്യാത്ത രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര തോട്ടാണല്ലോ. ഒരിക്കലും സത്യത്തിൽ ഇതൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് സംഭവമാണ് കേട്ടോ. ഞാൻ ഈ സ്റ്റെപ്പ് നോക്കിയപ്പോൾ മുകളോട്ട് കയറാൻ അങ്ങോട്ട് കയറാനുള്ള വഴിയില്ല. അവിടെ ഒരു പ്ലാറ്റ്ഫോം, പിന്നെ ഈ പറയുന്ന ഈ ഒരു പാസേജ് കൊടുത്തിരിക്കുന്ന മായർ പറഞ്ഞത് ആ കോർട്ട്യാർഡിന്റെ വിസിബിലിറ്റി മുകളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഈ പാസേജ് ആക്ച്വലി ഒരു പൗഡർ റൂം ഉണ്ട്, ദെൻ പ്രയർ റൂം ഉണ്ട്. അപ്പൊ അങ്ങോട്ടുള്ള ആക്സസും കൂടിയാണ്. അതും കൂടിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാം. അപ്പൊ അത് മൊത്തത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. അത് സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്, സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടഫൻ ഗ്ലാസ് കൊടുത്തിട്ട് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആ രീതിയിലാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് കയറി ഇതാണ്ട് ഇവിടെയാണ് നമുക്ക് താഴെ നിന്ന് കണ്ടാൽ കിട്ടാത്ത ആക്സസ് ഉള്ള സ്പേസ്. ഇവിടെ ഈ സാധനം ഇങ്ങോട്ടാണെന്നുള്ളത് അവിടെ എന്താ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് ഒരു യൂട്ടിലിറ്റി, അതായത് പാസേജ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന സമയത്ത് കണക്ടിവിറ്റി കിട്ടാനായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കടക്കാണ്. മുകളിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസിൽ അതും ആണ് വളരെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മായർ പറഞ്ഞത് ആ കണക്ടിവിറ്റിയാണ്, ആ ഐ കണക്ഷനാണ്, വിഷ്വൽ കണക്ഷൻ അല്ലേ? അത് വളരെ ഭംഗിയായിട്ട് തന്നെ എത്തിക്കുന്നുണ്ട്, പറ്റിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു വിഷ്വൽ
സംഭവം ആ ഒരു ഗ്രീൻ സ്കേപ്പിലേക്കുള്ള വളരെ കിട്ടും, വളരെ ഭംഗിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇവിടെ എന്തായിരുന്നു ഇവിടെ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടുതലായിട്ട് പിന്നെ ചെയ്തത്? ഇവിടെ ആക്ച്വലി ഇത് 3 ബെഡ്റൂം ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇറങ്ങിയിരിക്കാനുള്ളൊരു സ്പേസ് വേണം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ലിവിങ് സെറ്റ് ചെയ്യാണ്, ഒരു ഇൻഫോർമലായിട്ടുള്ള സീറ്റിംഗ് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കണ്ട ആ ലൈറ്റ് നാരോ വരുന്ന സ്പോട്ടും അതുപോലെ തന്നെ താഴേക്ക് നമ്മളുടെ താഴോട്ടുള്ള ആക്സസും, അതായത് എല്ലാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടും. ഡൈനിങ് സ്പേസ് ഈ ഭാഗത്ത് നിന്ന് ഡൈനിങ് സ്പേസ് കാണാൻ പറ്റും. സാധാരണ എല്ലാവരും ചെയ്യുന്നത് അപ്പർ ലിവിങ്ങിലേക്ക് കടന്നു കഴിയുമ്പോൾ അപ്പർ ലിവിങ് അങ്ങ് കെട്ടിയടയ്ക്കും. അവിടെ അപ്പർ ലിവിങ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന സ്റ്റേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ സ്റ്റേഴ്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റേഴ്സിനോട് ചേർന്നിട്ട് താഴത്തെ കോർട്ട്യാർഡിന്റെ ഗ്രീനറി കിട്ടും. ഈ താഴേക്കുള്ള ഡൈനിങ് ടേബിൾ, അതുപോലെ തന്നെ ഡൈനിങ് റൂം, അതുപോലെ തന്നെ കിച്ചണിലോട്ടുള്ള ആക്സസും ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഡബിൾ ഹൈറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മളൊരു വീട് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെങ്കിൽ ഇതിനെ വിഷ്വലി കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രണ്ടും 2 വീടായിട്ടാണ് തോന്നുന്നത്. വീട്ടുകാർ തമ്മിലൊരു ഒരു ബന്ധമാണല്ലോ. ആ ബന്ധം വേണമെങ്കിൽ ഇത്തരം ഡബിൾ ഹൈറ്റ് സ്പേസസ് വേണം, അല്ലെങ്കിൽ വിഷ്വലി കണക്ട് ചെയ്യാൻ പറ്റിയ സ്പേസസ് വേണം. അതായത് വിഷ്വലി കണക്ഷൻ ആണ് ഒരു വീടിനെ, വിഷ്വൽ കണക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ആൾക്കാർക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കണക്ടിവിറ്റി കൂട്ടാനുള്ള. പിന്നെ നമ്മൾ അപ്പർ ലിവിങ്ങിലെ ഒരു ബെഡ്റൂം ഇതിനോട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബെഡ്റൂമിനും ഇതേപോലെ തന്നെ സെയിം സ്റ്റാറ്റസ് ആണുള്ളത്. താഴത്തെ ആ നമ്മുടെ വുഡൻ ഫ്ലോറിങ് അതുപോലെ തന്നെ കൊടുത്തു. സെയിം തീം തന്നെയാണ്. സെയിം തീം തന്നെ. എല്ലാ ബെഡ്റൂംസും ഇതുപോലെ തന്നെ സെയിം തീമാണ്. ഇവിടെ നമ്മൾ ബേ വിൻഡോ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂംസിലും ബേ വിൻഡോസ് ഉണ്ട്. എല്ലാ ബേ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ വാർഡ്രോബ്സ്, അവിടെ പിന്നെ ആ ഗ്ലാസ് മിറർ സംഭവം ചെയ്തിട്ടില്ല. ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേഷൻ ചെയ്തിട്ടില്ല അവിടെ. ഒരു കാര്യം ഞാൻ അമ്മാവനോട് ചോദിച്ചിട്ടുണ്ട്, ഈ ബെഡ്റൂംസിന്റെ സൈസ് എപ്പോഴും കൂട്ടണോ കുറയ്ക്കണോ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ബെഡ്റൂമിൽ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തു കഴിഞ്ഞാൽ ആ റൂമിൽ നിന്ന് പിന്നെ ആരും പുറത്തിറങ്ങില്ല. എന്നാൽ ബെഡ്റൂമിൽ മിനിമൽ ഫെസിലിറ്റീസ് കൊടുത്തിട്ട് കോമൺ ഏരിയാസിൽ മാക്സിമം ഫെസിലിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും കോമൺ ഏരിയയിലേക്ക് വരും. ഒരു വീട് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒരു നിൽക്കാനുള്ള സ്പേസ് മാത്രമല്ലല്ലോ, ഒരു ലൈഫും കൂടെ ഉള്ള സാധനമാണ്. അപ്പോൾ അത്തരം സ്പേസിന് ലൈഫ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫാമിലിയിലെ സിബ്ലിങ്സും അതുപോലെ തന്നെ പാരൻസൊക്കെ തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടക്കണം. അത്തരം ഇൻട്രാക്ഷൻ നടക്കുന്നത് ഒരിക്കലും ബെഡ്റൂമിലല്ല, അത് ഒരു കോമൺ സ്പേസിലാണ്. അപ്പോൾ ആ സ്പേസിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഡിസൈനിൽ ബോധപൂർവം ചെയ്യുന്നത് ബെഡ്റൂം സൈസ് മിനിമൈസ് ചെയ്യും. എന്താണോ അത്യാവശ്യം ആ സ്പേസ് മാത്രം കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പോയിന്റ് തന്നെയാണ്. കാര്യം നമ്മൾ റൂമിനകത്ത് ഫെസിലിറ്റീസ് എല്ലാം കൊടുത്താൽ റൂമിനകത്ത് ഇരിക്കുന്നതിന് വെള്ളോട്ട് ആവശ്യമില്ല. അതേസമയം ഓപ്പൺ സ്പേസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓപ്പണായിട്ട് പുറത്ത് വന്നിട്ട് ഇന്ററാക്ഷൻ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫാമിലി ബോണ്ടിങ് നന്നായിട്ടാണ് ഫാമിലി ബോണ്ടിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ ഒരു വലിയ ഒരു വീട്, അതായത് ഇത്രയും വലിയ സ്ക്വയർ ഫീറ്റ് ഇത്രയും കാശ് മുടക്കിയിട്ട് ചെയ്തേക്കുന്ന ഈ മനോഹരമായ സ്വപ്നഭവൻ. ഇനി നമുക്ക് ഇവിടുത്തെ അദ്ദേഹത്തെ, അതായത് കബീർക്കെ നമുക്കൊന്ന് കാണാം. കബീർക്കയുടെ ഒന്ന് ചോദിക്കാം, ഡ്രീം കം ട്രൂ ആണോ സംഭവം എന്നുള്ളത്. നമസ്കാരം. നമസ്കാരം. ആക്ച്വലി എൻ്റെ പേര് വിഷ്ണു വിജയൻ എന്നാണ്. ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ട്രേഡാണ് മെയിൻലി ചെയ്യുന്നത്. മാഹിറുമായിട്ടൊക്കെ വളരെ കാലമായിട്ടുള്ള ഒരു ബന്ധമാണ്. കായംകുളമാണ് എൻ്റെ സ്വദേശം. കായംകുളത്തും മലപ്പുറത്ത് എനിക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്, കോട്ടയത്തുണ്ട്, പുനലൂരുണ്ട്. വർഷങ്ങളായിട്ട് 41 വർഷമായിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽ സെഗ്മെൻറ്റിൽ VGC ബീന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം റൺ ചെയ്തു പോകുന്നു. പിന്നെ ഇവിടെ വന്നു ഈ ഒരു പ്രൊജക്റ്റ് എടുക്കാനായിട്ടൊരു സാഹചര്യം ഒരുക്കി. അപ്പോൾ ഇക്കയെപ്പറ്റി ഒരുപാട് കേട്ടു. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇക്കയുടെ ആ ഡ്രീം, അതായത് ഈ സ്വപ്ന വീട്, ഈ സുന്ദരമായ സ്വപ്ന വീട് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യത്തിൽ എത്തിക്കാൻ അറ്റിക്സ് ഗ്രൂപ്പിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അസ്ലം ആണ് എൻ്റെ. അസ്ലം ഇവർ ഈ ടീം നസീം താഹിർ വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. ഇക്കയുടെ ആ ഒരു എന്താ പറയണ്ടേ, രാഷ്ട്രീയ ജീവിതത്തിന് പറ്റിയ ആ ഒരുപാട് മെമ്പേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച മാതിരി അതിലാൽ കൂടുതൽ സൗകര്യം കിട്ടിയല്ലേ? അപ്പം ഇവിടെ നമ്മുടെ അറ്റിക്സിൻ്റെ വേറൊരു സാരഥി ഇവിടെ ഇരിപ്പുണ്ട്, നസീം. അപ്പം നിങ്ങൾ എത്ര പേരാണ് അറ്റിക്സ് ഗ്രൂപ്പിലുള്ളത്? ഞങ്ങൾ ആക്ച്വലി 4 പാർട്ട്നേഴ്സാണ്. 4 പാർട്ട്നേഴ്സാണ്. പിന്നെ ഞാൻ നസീം, അസ്ലം എന്ന് പറഞ്ഞ നമ്മുടെ ചെയർമാനാണ്. ഓക്കെ, നിഹാദ്. ഓക്കെ. അപ്പം എനിക്ക് ഇവിടെ വന്നിട്ട് ഈ വീടെടുക്കാൻ അവസരം തന്ന കരിമിക്കയ്ക്കും അതുപോലെ തന്നെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തന്ന അറ്റിക്സിനും ആദ്യം ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇനിയും പുതിയ നല്ല 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 വീഡിയോകൾ ചെയ്യാനായിട്ട് അറ്റിക്സ് ഗ്രൂപ്പിന് കഴിയട്ടെ.
ഒരുപാട് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഇക്കയ്ക്ക് ദൈവം സഹായിക്കട്ടെ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇത് വീട് ബൈ വിഷ്ണു വിജയൻ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല സുന്ദരമായ വീടുകളും അതുപോലെ വീടുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നടക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.